നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ഭീകര സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെയും സുഡാപ്പികളുടെയും വോട്ട് ആവശ്യപ്പെട്ട സിപിഐഎം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.എം. സിദ്ദിഖാണ് സ്വരാജിനായി വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടെ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വീഡിയോ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥി M. സ്വരാജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി നടത്തിയ പ്രസംഗത്തിലായിരുന്നു സിദ്ദിഖിന്റെ പരാമർശം വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട്. കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ BJP എന്നോ സുഡാപ്പി എന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പിന്തുണ തേടുകയാണെന്നാണ് CPIM നേതാവ് വ്യക്തമാക്കുന്നത്. നിലമ്പൂരിന്റെ ശബ്ദം ഉയർന്നു കേൾക്കണമെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാ മനുഷ്യന്റെയും സമർപ്പണമാണ് ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ BJP എന്നോ സുഡാപ്പി എന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നോ വ്യത്യാസമില്ല. എല്ലാ മനുഷ്യരുടെയും പിന്തുണയാണ് ആഗ്രഹിക്കുന്നത്. ടി.എം. സിദ്ദിഖ് പറയുന്നു. പ്രസംഗം എതിർകക്ഷികൾ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എല്ലാ മനുഷ്യരുടെയും പിന്തുണ കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിന് പറ്റിയ പടയാളിയാണ്. നിലവിൽ ഇത്തവണ നിലമ്പൂരിൽ കടുത്ത പോരാട്ടം തന്നെയായിരിക്കും ഉണ്ടാകുക. LDF-ന് വേണ്ടി M. സ്വരാജും UDF-ന് വേണ്ടി ആര്യാടൻ ഷൗക്കത്തും മത്സരിക്കുമ്പോൾ മനം മാറി NDAയും സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ട്. തീർന്നില്ല. പിണറായി സത്തിന്റെ കൂടെ സതീശനിസം കൂടി ചേർത്ത പോരാട്ടം പുതുക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് PV അൻവർ. നിലമ്പൂരിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയാകും. താൻ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് മുൻപ് പലവട്ടം പറഞ്ഞ വാക്കുകൾ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അൻവർ അപ്പാടെ വിഴുങ്ങിയിരിക്കുകയാണ്. തൃണമൂലിന്റെ പുല്ലും പൂവും തന്നെയാണ് ചിഹ്നവും. ഇനി ചർച്ചയില്ല, ആ വാതിൽ അടച്ചെന്ന് UDF ചെയർമാൻ VD സതീശൻ പറഞ്ഞിട്ടും പാതിരായ്ക്ക് അൻവറിനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോയതിൽ ദുരൂഹതകൾ നിലനിൽക്കുന്നുമുണ്ട്. അൻവറിന് മുന്നിൽ വാതിലടച്ചെന്നും ഇല്ലെന്നും ഇപ്പോൾ പറയുന്നില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മറുപടി കൂടെ വരുമ്പോൾ അൻവറിന്റെ പേരിൽ രണ്ട് ചേരി കോൺഗ്രസിൽ തന്നെ ഉണ്ടെന്നത് വ്യക്തമാണ്. ഇതുവരെയുള്ള പിക്ചറിൽ നിന്നും ഇങ്ങനെ വായിക്കാം. UDF LDF സ്ഥാനാർത്ഥികൾക്കിടയിൽ ഇത്തവണ പോരാട്ടം പ്രവചനാതീതമാക്കി അൻവർ ഫാക്ടറും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ആരുടെ വോട്ടാകും അൻവർ അപഹരിക്കുക? ഷൗക്കത്തിന്റെയോ സ്വരാജിന്റെയോ? ആരെയാകും തോൽപ്പിക്കുക? ഏറ്റവും കാതലായ ചോദ്യവും അത് തന്നെയാണ്. ഇതിനിടയിൽ കൺഫ്യൂഷൻസ് അവസാനിപ്പിച്ച് BJPയും സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജില്ലാ നേതാവായിരുന്ന മോഹൻ ജോർജാണ് NDAയ്ക്കായി മത്സരിക്കാൻ ഇറങ്ങുന്നത്. സ്വാഭാവികമായും ഇത്തവണ കോൺഗ്രസിന്റെ വോട്ട് മൂന്നായി ഭാഗിക്കപ്പെടും എന്നതും ഉറപ്പ്. നിലവിൽ അൻവർ കച്ചകെട്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെ വന്നാലും മത്സരിക്കും, ജയിക്കും എന്ന നിലപാടിൽ അൻവർ നിൽക്കുമ്പോൾ സ്വാഭാവികമായും പലരുടെയും നെഞ്ചിൽ തീ തന്നെയായിരിക്കും. പല കള്ളത്തരങ്ങളും പുറത്തുവരും എന്ന് പേടിയുള്ളതിനാൽ അൻവറിനെ പരമാവധി പിണക്കാതിരിക്കാനാകും പേടിയുള്ള നേതാക്കളും ശ്രമിക്കുക. അതിന്റെ പ്രധാന ഉദാഹരണമാണ് അങ്ങും ഇങ്ങും ചവിട്ടാതെ നിൽക്കുന്ന അടൂർ പ്രകാശ്. തന്നെ വ്യക്തിഹത്യ നടത്തുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ VD സതീശനായാലും മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികേട് ഉണ്ടാകുമെന്ന വാണിംഗ് അൻവർ ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞു. ജയിക്കാനായി ഭീകരവാദികളുടെ വോട്ട് നേടാൻ CPM-ന് അവകാശമുണ്ടെങ്കിൽ നിലനിൽപ്പിനായി ഇത്തരം ഭീഷണികൾ മുഴക്കാൻ അൻവറിനും അവകാശമുണ്ടെന്നേ പറയാൻ കഴിയൂ. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത്യന്തം നിർണായകം തന്നെയായിരിക്കുമെന്നതാണ് വസ്തുത.